ആർച്ചേ ചന്തുവാങ്ങളെ ഉണ്ണിയാ ചന്തുവാ ഉണ്ണി ചന്തി തോപ്പിക്കല്ലേ തോപ്പിക്കാൻ ചന്തുവിനെ പലരും പലവട്ടം ശ്രമിച്ചിട്ടുണ്ട്. തോൽവികൾ ഏറ്റുവാങ്ങാൻ ചന്തുവിന്റെ ജീവിതം ഇനിയും ബാക്കി. അല്ല ചന്തുവാങ്ങൾ എങ്ങനെയാ വന്നേ? ഞാൻ ഊബർ ടാക്സിയിൽ വന്നു. അപ്പൊ കുതിര എവിടെ? കുതിര ഊട്ടി കൊടുത്ത്. അതെന്താ? ഈ ഊട്ടിയിലെ ടൂറിസ്റ്റുകൾ ഇടയ്ക്കിടയ്ക്ക് ഒരു കുതിരയോടൊപ്പം ഫോട്ടോ എടുക്കുന്നില്ല. അതെന്റെ കുതിരയാ. ആണോ? അല്ല നിന്റെ ഇൻസ്റ്റാഗ്രാമിലെ നീ നിന്റെ ഭർത്താവിന് ഒരു ടാറ്റ കൊടുക്കുന്ന ഫോട്ടോ ഞാൻ കണ്ടായിരുന്നോ? അങ്ങേര് എത്ര മാസം കഴിഞ്ഞിട്ട് വരും? അതും കണ്ടോണ്ടാണോ ചന്തുവാങ്ങൾ ഇങ്ങോട്ട് കേറി വന്നേക്കുന്നേ? ചേട്ടൻ മാർക്കറ്റ് മീൻ മേടിക്കാൻ പോയതാ, ഇപ്പൊ ഇങ്ങോട്ട് വരും. അപ്പൊ ഇന്നത്തെ ഓണം ഞാൻ ക്ഷണിക്കാത്ത അതിഥിയായിട്ട് ഞാനും കൂടെ ഉണ്ടാവും കേട്ടോ. ആണോ? ചന്തുവാങ്ങളെ ഞാൻ ഈ ഒളിപ്പോരെന്ന് കേട്ടിട്ടുണ്ട്. എന്താ ഈ ഒളിപ്പോര്? ഒളിപ്പോരെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ യുദ്ധമൊക്കെ നടക്കുന്ന സമയത്ത് എവിടെങ്കിലും ഒക്കെ ചെന്ന് അങ്ങോട്ട് ഒളിച്ചിരിക്കണം. ഒളിച്ചിട്ട് അവിടെ ഇരുന്നോണ്ട് ഇങ്ങ് പോര് എന്ന് വിളിക്കണം. അതാണ് ഒളിപ്പോര്. മനസ്സിലായി. എന്തായാലും നിന്റെ ഭർത്താവിനെ കണ്ടിട്ട് ഞാനിന്ന് പോവും. എന്താണ് ബ്രോ മൊട്ടയാണോ? പിന്നെ ആർച്ചേ ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് എന്റെ അടുത്ത് വന്നിങ്ങനെ ആർച്ചെന്ന് വിളിക്കല്ലെന്ന്. അതെന്താ? തുപ്പില് തെറിച്ച്. അതാണോ? ചന്തുവാങ്ങളെ ഞാനൊരു കാര്യം പറയട്ടെ. ഒരു കാര്യം എനിക്ക് ഉരിയാടാനുണ്ടായിരുന്നു. എടി നീ എന്ത് ഭാഷയാടി പറയുന്നേ? എടി നമ്മളിപ്പോ എന്ത് ക്യാരക്ടറാ ചെയ്യുന്നേ? ഉണ്ണിയാർച്ചൻ ചന്തം. ഓ അപ്പൊ ഇങ്ങനത്തെ കുറച്ച് വിജൃംഭിച്ച വാക്കൊക്കെ വന്നെന്നിരിക്കും. അത് സ്ക്രിപ്റ്റിന്റെ ഭാഗമാ. പിന്നെ ക്യാരക്ടർ ചേഞ്ച്. ചന്തുവാങ്ങളെ ഞാൻ കുറെ നാളായി കേട്ടോ ഈ വാൾപ്പയറ്റൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ട്. അപ്പൊ നിനക്ക് ഭവനത്തിൽ എന്താണ് പണി? ചന്തുവാങ്ങളെ ഞാൻ രാവിലെ ഇൻസ്റ്റഗ്രാമിൽ കേറും. എനിക്ക് റീൽസ് ഇടണം, വൈകുന്നേരം ഇറങ്ങത്തുള്ളൂ. ഈ രാവിലെ ഇൻസ്റ്റഗ്രാമിൽ കയറിയിരുന്ന ചോറും കറിയും വെക്കാനും മീൻ വെട്ടാനും നിനക്ക് എവിടുന്ന സമയം? പിന്നെ എന്റെ കുഞ്ഞു രാമേട്ടൻ ഇവിടെ എന്താ ജോലി? അത് ശരിയാ. എന്തായാലും നിന്നെ വാൾപ്പാറ്റൊക്കെ ഞാൻ പഠിപ്പിച്ചു തരാം. ശരി ചന്തുവാങ്ങളെ. ഇടത് മാറി വലത് മാറി. ഇടതും വലതും മാറി കളിക്കാൻ ചന്തുവാങ്ങൾ എന്താ ഡോസ് ഗെയിം ആണിയാണോ? അല്ല ആർച്ചേ, ചന്തുവാങ്ങൾ ഇപ്പൊ എന്താ ചെയ്തത്? എന്റെ കൈ കയറി പിടിക്കുന്നോ? ഞാനിപ്പൊ മറ്റൊരാളുടെ ഭാര്യയാണ്, അത് മറക്കണ്ട. ശരിയാണ്, നമ്മള് മണ്ണപ്പം ചുട്ട് കളിച്ചിട്ടുണ്ട്, സാറ്റ് കളിച്ചിട്ടുണ്ട്, അച്ഛനും അമ്മയും കളിച്ചിട്ടുണ്ട് എന്നും പറഞ്ഞ് എന്റെ അന്തപുരത്ത് കയറുമെന്ന് എന്റെ കൈ പിടിക്കാൻ ചന്തുവാങ്ങളെ ആരാ? ഗെറ്റ് ഔട്ട് ചന്തുവാങ്ങളെ. എടി ഉണ്ണിയാർച്ച നീ എവിടെ കയറി പോവാടി? അവളുടെ ഒരു പട്ടിഷോ ഞാൻ ഈ ആർച്ചനൊന്നും കണ്ടിട്ടില്ലാത്ത പോലെ. ചന്തുവാങ്ങളെ ഞാൻ പറയുന്നൊന്ന് കേക്ക്. ചന്തുവാങ്ങളെ എന്റെ ഇൻസ്റ്റഗ്രാമിൽ ഇടുന്ന ഫോട്ടോ നോക്കിക്കൊണ്ടിരിക്കാതെ വേറെ വലിയ പെണ്ണിനെയും പോയി ലൈൻ അടിച്ചങ്ങ് കേട്ട്. ഞാൻ അതിന് ശ്രമിച്ചതാ. എന്നിട്ട് ഞാൻ ഒരു പെണ്ണിനോട് പോയിട്ട് ഐ ലവ് യു എന്ന് പറഞ്ഞു. എന്നിട്ട് അവള് തിരിച്ചെന്നോട് പറയുവാ ഐ ലവ് യു ടു. അയ്യോ അതിനെന്താ? അവക്ക് രണ്ടില് വേറെ ലവ് ഉണ്ടെന്നല്ലേ പറഞ്ഞേ? അയ്യോ അങ്ങനല്ല ചന്തുവാങ്ങളെ, അവക്കും ചന്തുവാങ്ങളെ ഇഷ്ടമുണ്ടെന്നാ പറഞ്ഞേ. ജസ്റ്റ് മിസ്. ചന്തുവാങ്ങളാ പണ്ട് എനിക്ക് വേണ്ടി പാടിത്തരാനുള്ള പാട്ടൊക്കെ അങ്ങ് മറന്നോ? എനിക്കത് മറക്കാൻ പറ്റുമോ? ചന്ദനലേപ സുഗന്ധം ചാള വറുത്തടിന്ന് ചൂടിയതാരോ ഹൈക്കോട്ടിട്ടോ കാറ്റോ കാമിനിയോ. ഓ ഈ കോഴി തോഴി തോഴി. എന്തിനാ കോഴി തന്നെ വിളിക്കുന്നത്? നിനക്കങ്ങനെ ഇത് തൂത്താ പോരെ? ഞാൻ തന്നെ ഇങ്ങനെ തൂക്കാം. ആരെവിടെ? ആരും ഇല്ലാത്തോണ്ടല്ലേ ഞാൻ ഇവിടെ ഇരുന്ന് തൂക്കുന്നേ. ആട്ടെ പിന്നെ എനിക്ക് ബോറടിക്കുന്നുണ്ട് കേട്ടോ. സാധാരണ ബോറടിക്കുമ്പോ ചന്തുവാങ്ങൾ എന്താ ചെയ്യാറ്? ഞാൻ എന്റെ വാളെടുക്കും, ജംഗ്ഷനിൽ പോവും, രണ്ടാണത്തിന്റെ തല വെട്ടും, ചോര കാണും, എന്റെ ബോറടിയങ്ങ് മാറും. ഓ അപ്പൊ ചന്തുവാങ്ങളക്ക് ജംഗ്ഷനിൽ കോഴിക്കടയല്ലേ? ചന്തുവാങ്ങളുടെ സ്വഭാവത്തിന് പറ്റിയ പണി തന്നെ. ആർച്ചേ അല്ല ആർച്ചേ, നിനക്ക് എത്ര മക്കളുണ്ട്? 2 ഉണ്ട് ചന്തുവാങ്ങളെ. അവരപ്പുറത്ത് എവിടെയെങ്കിലൊക്കെ കാണും. അവർക്ക് എപ്പോഴും ചിക്കൻ വേണം, മട്ടൻ വേണം എന്ന് പറഞ്ഞങ്ങ് ബഹളവാ. ഇന്നാ ഇത് 1000 രൂപയുണ്ട്. അവർക്ക് ആവശ്യമുള്ള അത്രയും പോകശാലയോ? ഓ പോഷകാഹാരം അത് വാങ്ങിക്കൊടുക്കണം. എന്നിട്ട് ഈ ചന്തുമാമന്റെ പേര് പറയണം കേട്ടോ. എന്തുവാ? അച്ഛനെ നിനക്ക് ചെവി വെക്കുന്നില്ല ചന്തുമാമൻ എന്ന്. സോറി, ഇങ്ങനെ ക്യാരക്ടർ ചേഞ്ച്. ചന്തുവാങ്ങളെ എനിക്കൊരു 1000 രൂപയും കൂടെ വേണമായിരുന്നു. കുഴപ്പമില്ല, അടുത്ത ആഴ്ച അവര് ചന്തുവാങ്ങളയുടെ വീട്ടിൽ കാണാൻ വരുന്നുണ്ടല്ലോ, അപ്പൊ കൊടുത്തു വിട്ടാ മതി. അവരെന്തിനാ എന്നെ കാണാൻ എന്റെ വീട്ടിലോട്ട് വരുന്നേ? ചന്തുവാങ്ങളെ അതല്ലേ ക്ലൈമാക്സ്. അവര് വന്ന് ചന്തുവാങ്ങളുടെ തല വെട്ടണ്ടേ? അങ്ങനെയാണോ? എവിടെ തൽക്കാലം ഇത് കൊടുത്ത് അവരോട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറയണം. ഇത് തെക്കേക്കര ഷാപ്പിലെ തലക്കറിയാ. അല്ലാതെ എന്റെ തല എനിക്ക് കൊടുക്കാൻ പറ്റത്തില്ലല്ലോ.